ഇപ്പോൾ സാധനം അറിയോ കിടിലം മൂർക്കുന്ന ഒറിജിനൽ ചെമ്പല്ലി രണ്ടാമത് കുത്തിയിട്ട് ഇവൻ്റെ വലിപ്പം കണ്ടോ. ഹലോ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഈ വർഷത്തെ ഓരുമുട്ട് നിർമ്മിക്കുകയാണ് കേട്ടോ. അതിൽ നിന്ന് ഈ ഓരുമുട്ട് എന്നാന്ന് പറഞ്ഞുതരാം. ഈ കായലിൽ നിന്നുള്ള ഉപ്പുവെള്ളം ഞങ്ങളുടെ പുഴയിലിട്ട് കയറാതിരിക്കാൻ പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന ഒരുതരം ബണ്ടാണ് ഓരുമുട്ട് എന്ന് പറയുന്ന സംഭവം. എന്നാ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് കൃഷിയുണ്ട്, നെൽകൃഷി മറ്റുള്ള കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കൃഷിക്ക് നനക്കാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ പുഴയിലെ വെള്ളമാണ് കേട്ടോ. ഈ കായലിൽ നിന്നുള്ള ഉപ്പുവെള്ളം നേരെ പുഴയിട്ട് കയറി കഴിഞ്ഞാൽ ഉപ്പുവെള്ളം നമ്മൾ ഈ കൃഷിക്ക് ഉപയോഗിക്കുമ്പോൾ കൃഷിയെല്ലാം നശിച്ചു പോകും. അങ്ങനെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന ബണ്ടാണ് സംഭവം ഓരുമുട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വർഷത്തെ ആദ്യമായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയാൽ നിർമ്മിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാഴ്ചയെ കണ്ടിട്ട് വരാം. അതിനുശേഷം മൊത്തം ഫുള്ള് അടച്ചതിന് ശേഷം നമുക്ക് രാത്രി ഇറങ്ങി നമ്മുടെ പുഴയിൽ മീനും പിടിക്കാം. ഓക്കെ, ഞാൻ വന്നപ്പോൾ പണി തുടങ്ങി കഴിഞ്ഞു കേട്ടോ. പണ്ടൊക്കെ ഈ JCBക്ക് പോയ ആൾക്കാരായിരുന്നു കേട്ടോ. ഈ കാണുന്ന ചരട് വലിച്ചിട്ടുണ്ടായി അക്കരയ്ക്കര. ഇങ്ങനെ ഈ സ്ഥലത്ത് മൊത്തത്തിനും വള്ളം കിടക്കുമായിരുന്നു. ഇല്ല അതുപോലത്തെ അല്ല, അതിലും വലിയ വള്ളമായിരിക്കും. വള്ളം കിടന്നിട്ട് വള്ളത്തിൽ നിന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ചവിട്ടി ആട്ടിയായിരുന്നു ആ ഏരിയ എല്ലാം താത്തിക്കൊണ്ടുവന്നത്. ഇപ്പോൾ JCB എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പരിപാടി തീരും. ഈ കയറി കെട്ടിയ ലൈനിലോട്ട് മൊത്തം കുറ്റി പിടിച്ചു കൊടുത്താൽ ആൾക്കാർ JCB കൈ കൊണ്ട് ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് താത്തിക്കോളും. നല്ല തെളിഞ്ഞ് കണ്ണുനീര് പോലത്തെ വെള്ളമാട്ടെ. ഇപ്പോൾ ഏറ്റവും കാരണം അടിപൊളി വെള്ളമാണ്. ഇപ്പോൾ ഒരു പണി തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ, നമുക്കൊരു പണി ചെയ്യാം. ഇവരിത് ഏരിയ എല്ലാം താത്തി കഴിഞ്ഞാൽ ഫുള്ളും ഒന്ന് കാണിച്ചു തരാം. മൊത്തം പണിത് തീരാറാകുമ്പോൾ ഒന്ന് കാണിച്ചു തരാം. അന്നേരം നല്ല രസം കാണാൻ. പാലത്തിന്റെ പണി ഇത്രയൊക്കെ ആയിട്ടാ. ഇതൊന്നും അല്ല, മെയിനായിട്ട് വേറെ സാധനം കാണിച്ചു. ഈ നടക്കണം എന്നാ അറിയോ, ഇത് കണ്ടോ മൊത്തം വാഗയാട്ടെ ഈ നടക്കണം. അറച്ചിങ്ങനെ വാഗ കണക്ക്, വാഗ മീനൊക്കെ ഇങ്ങനെ നടക്കി ഇതിൻ്റെ അകത്ത് മൊത്തം. ഈ വെള്ളം ഇങ്ങനെ ബ്ലോക്കായി വരുന്ന സമയം കൊണ്ടേ ഇത് കണ്ടത് ഏകദേശം പണിയൊക്കെ തീരാറായിട്ടാ. ഇനി മൊത്തം ഫില്ല് ചെയ്ത് ഞാൻ കാണിച്ചിരുന്നത്. അപ്പുറത്തൊക്കെ നിറച്ച് മീൻ ചാടി നടപ്പുണ്ട്. ഇഷ്ടം പോലെ മീനാണ് നടക്കുന്നത് ഇതിൻ്റെ കൂടിയൊക്കെ. ഇത് മൊത്തം ഇത് അടഞ്ഞു കഴിയുമ്പോൾ നിറച്ച് മീനായിരിക്കും. അപ്പോൾ നമുക്ക് തകർക്കാം. അങ്ങനെ നമ്മുടെ ഓരുമുട്ടിൻ്റെ പണി ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടാ, മൊത്തം തീർന്ന്. ഇനിയിപ്പോൾ നമ്മളിതേ ഈ രാത്രി ആയിക്കഴിഞ്ഞാൽ ഇറങ്ങി ചാകര കൊയ്യാൻ പോവാവേ. ഇതേ വേറെ സാധനം കാണിച്ചിരുന്നത്. ഇല്ല ആ തടിയിലൊക്കെ കരിമീൻ കൊത്തി നിൽക്കണണ്ട, കാണാൻ പറഞ്ഞുണ്ടോ. ഇത് ആ കളിക്കണണ്ട ഫുള്ളും കരിമീനാണ്ട. ആ തടിയിൽ കാണിക്കണം മൊത്തം കരിമീൻ. പിന്നെ ഇപ്പുറത്ത് കുറേ വാഗയൊക്കെ നിൽപ്പുണ്ട്. പറ്റുമെങ്കിൽ കാണിച്ചിടാം. ഇല്ലെങ്കിൽ ഒന്ന് വൈകുന്നേരം ഇറങ്ങി മൊത്തത്തിന് തൂത്ത് വരുവേ. ഇതേ കണ്ട, ഇപ്പോൾ ഞാൻ വാഗയുടെ കാര്യം പറഞ്ഞില്ലേ, വാഗ കയറി വന്നണ്ട മൊത്തം കണ്ട. വാഗ ചന്നം പിന്നെ നടക്കിയത് നമ്മുടെ കരിമീൻ്റെ സൈഡിലോട്ടൊക്കെ വരണ്ട. ഇഷ്ടം പോലെ മീനുണ്ട്, ഇഷ്ടം പോലെ. വൈകുന്നേരം ആട്ടെ, ഇരുട്ടായ നമ്മൾ ഇവന്മാരെല്ലാം ഇന്ന് തൂത്ത് വരണമായിരിക്കും. എൻ്റെ പോലെ എന്തോരം നടക്കണം നോക്കി. കണ്ടോ, അത് ഒറിജിനൽ ചെമ്പല്ലി, ആറ്റുചെമ്പലല്ല, നമ്മുടെ ഒറിജിനൽ ചെമ്പല്ലി. മാംഗ്രോവ് ജാക്ക് എന്ന് പറയുന്ന സാധനം കേട്ടോ. ഇത് കൂട്ടത്തോട് പോലെ കേട്ടോ. അത് അടിച്ചു നോക്കിയടാ, ചുമ്മാ അടിച്ചു നോക്കി. കൂട്ടറ പൊടി ഒന്നിട്ടും കൊണ്ടില്ല, നിറച്ച കേട്ടോ. അയ്യോ അതിൻ്റെ ഇടയ്ക്ക് വാഗൻ്റെ പൊന്ന്. അങ്ങനെ ഇരുട്ടായി വന്നുകൊണ്ടിരിക്കും കേട്ടോ. നല്ലപോലെ ഇരുട്ടായിട്ട് നമുക്ക് നമ്മുടെ പരിപാടി അങ്ങ് തുടങ്ങി കേട്ടോ. വെള്ളം നിലച്ച് നിൽക്കണ കാരണേ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ലപോലെ മീൻ കിട്ടും. കുറച്ച് ദൂരത്ത് വന്നപ്പോൾ നമ്മുടെ കമ്പനിക്കാരെ കണ്ട്. അപ്പോൾ അവൻ്റെ വള്ളത്തിൽ എൻജിൻ വെള്ളമുണ്ട്, അതിൽ വെച്ച് കെട്ടി വലിച്ചു പോവുക. അതാകുമ്പോൾ ഞാൻ തൊഴേണ്ട ആവശ്യമില്ല. മെയിൻ പോയിന്റിൽ ചെന്ന് വള്ളം വെച്ച് വിട്ട് കഴിഞ്ഞിട്ട് നോക്കിയാൽ മാത്രം മതി. ഇപ്പോൾ സാധനം അറിയോ, കിടിലം മൂർക്കന്തി വള്ളം ക്രോസ് ചെയ്ത് കയറി പോയി ചാടി വള്ളത്തെ കയറാണ്ട്. എൻ്റെ പൊന്ന് അടിപൊളി സാധനം. ഇപ്പം താഴെ മിക്കാറും പുള്ളി. ഓയ്യോ താന്നില്ല, താന്നത് അടിയിലിട്ടു. പോണതാ കേട്ടാ. വള്ളത്തിന് അടിക്ക് വരി അപ്പുറത്ത് വരും. ഇവിടെ വള്ളത്തിന് അടി കണ്ടത് ഇതേ കിടക്കണ്ട. ചാടി വള്ളത്തെ കയറാണ്ട് വെച്ചാൽ എന്നാ ആരാന്ന് നോക്കിയേ. ഓയ്യോ അക്കരെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് പുള്ളി വന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വള്ളം കണ്ടാറും പുള്ളി അടിയിലോട്ട് താഴുവാണ്. മിക്കവാറും ചാടി എൻ്റെ വള്ളത്തിൽ കയറി ഞാൻ ചാടി പുഴയിൽ ചാടി നീന്തേണ്ടി വരും. അടി കിടക്കണ്ട, ഇത് അങ്ങോട്ട് വരണ്ട, നിൻ്റെ അങ്ങോട്ട് വരണ്ട, ഓടി ഇങ്ങോട്ട് വിടരുത്. അത് വന്ന വരാൻ എൻ്റെ ചാടി വള്ളത്തിൽ കയറും. എൻ്റെ പൊന്ന് കിടുന്ന സാധനം കിടത്തി. എന്നെ നീളാൻ നോക്കി അത് നേരെ കരക്ക് കയറാനുള്ള പരിപാടി കേട്ടോ. വള്ളത്തെ കയറൂടാ. എൻ്റെ വള്ളമാണ് അങ്ങോട്ട് അതിന് കറക്റ്റ് ഒഴുകി അതിൻ്റെ അടുക്കോട്ട് തന്നെ ചെല്ലും. എൻ്റെ വള്ളം ഒഴുക്കും കൂടി. അതെ അതെ. അയ്യോ സാധനം പോയി കേട്ടോ. മിക്കവാറും കരക്ക് കയറും. വലിയ പോണതാണ്. നമ്മുടെ കമ്പനിക്കാരൻ നമ്മളെ കൊണ്ടാക്കിയിട്ട് അവൻ വേറെ ഏരിയയിലോട്ട് പോയിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഏരിയകളിലൊന്ന് തപ്പി നോക്കാം. ഇത് ഇവിടെ ഒരു മടൽ കിടപ്പുണ്ട്, അതിൻ്റെ അടിയിൽ ഒരു കരിമീൻ നിൽപ്പുണ്ട്. നമ്മൾ ഇറങ്ങിയിട്ട് ആദ്യം കണ്ട കരിമീനാണ്. കോരി നോക്കാം. മടലിൻ്റെ ഇടയിലേറണേ കിട്ടുമെന്നുള്ളതായിരുന്നു നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പരീക്ഷണമല്ലേ നടത്തി നോക്കാം. ഓടായിരുന്ന പുറകോട്ടിറങ്ങി ഫ്രണ്ടോട്ട് ഓടിയാൽ നമ്മുടെ വലക്കാത്ത കേട്ടോ. കയറി കിട്ടി. നമ്മൾ ഇറങ്ങിയിട്ട് നമുക്ക് ആദ്യത്തെ കരിമീൻ അടിച്ചിരിക്കുക കേട്ടോ. ഇവിടെ ഒരു ചെറിയ ഒരാൾ നിൽപ്പുണ്ട്, നോക്കട്ടെ. കയറി വലക്കത്ത്. കയറി. ഇതിപ്പോൾ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ വലിയ കരിമീൻ കൊണ്ടുവരുന്നേക്കാളും ഇടത്തരം കരിമീൻ കൊണ്ടുവരികയാണെങ്കിൽ പെട്ടെന്ന് ചിലവായിപ്പോവും. അതുകൊണ്ട് നമ്മൾ വലിപ്പ ചെറുപ്പം നോക്കണ്ട, കീട്ടണം എല്ലാത്തിനും പണി കൊടുക്കുവാണേ.
നമുക്കൊന്ന് കറങ്ങി തിരിച്ച് വന്നിട്ട് ഈ തോടുകളിലത്ത് കയറി നോക്കാം. കാരണം മുട്ടിട്ട കാരണം വെള്ളം നിലച്ച കാരണം ഇതിനകത്തൊക്കെ ചിലപ്പോൾ ചെറുമീൻ കയറി കിടക്കും. അടിപൊളി ഒരു ആരാൻ കിടക്കണ്ട. നമ്മുടെ ഇവിടെ ഇങ്ങനെ ആരാൻ ആരും പിടിക്കില്ലാത്തതുകൊണ്ട്, ഇല്ലെങ്കിൽ പിടിച്ചതിനൊക്കെ ഇടിച്ച് വറുത്ത തന്നെ ടേസ്റ്റുള്ള സാധനം അറിയാം. ഇവിടെ മുങ്ങിയിട്ടുണ്ട്. ഇപ്പം മാറി ഇവിടെ എവിടെയെങ്കിലും പൊങ്ങുവേ. ആ ഭാഗത്തോട്ടാണ് പോകാൻ തോന്നുന്നു. മീനൊക്കെ അവിടെ നിന്ന് ഓടുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും പൊങ്ങും. ഇപ്പം തന്നെ കുറേ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുമോ രാത്രിയാകും. അങ്ങോട്ടാണ് പോയത്. ആ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ പോകും. അവിടെ വെള്ളം ചെന്നപ്പോൾ പേടിച്ച് ഓടണം. ഇല്ല വേണ്ട നടക്കണ്ട. ഇഷ്ടം പോലെയുണ്ട്. ഇവിടെ ഒരാൾ അനങ്ങുണ്ടായിരുന്നു. അതിനകത്ത് കയറി കാണും. നോക്കട്ടെ, ആ പുള്ളികളെ ചിലപ്പോൾ ഇവിടെ വരെ എവിടെയെങ്കിലും പൊങ്ങും. ഇല്ല അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഇല്ല പൊങ്ങി നോക്കണ്ട. നല്ല രസമാണ് കേട്ടോ കാണാൻ. അവന്മാരെ പുറകെ പോയാൽ നമ്മുടെ പരിപാടി കണക്കില്ല. എവിടെയെങ്കിലും വെച്ച് നല്ലപോലെ കാഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരും. നല്ലപോലെ അടുത്ത കരിമീൻ. ഈ കരിമീനെ കോരണം എങ്ങനെയാണെന്ന് വെച്ചാലേ, ഈ കരിമീൻ ഫ്രണ്ടിലോട്ട് ഓടണം മീനാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ പതിയെ വല കൊണ്ട് ഫ്രണ്ടിൽ വെച്ചാൽ വലക്കകത്ത് കയറാനുണ്ട് കരിമീൻ. നൈസായിട്ട് ഇങ്ങനെ പൊക്കിങ് എടുത്താൽ എപ്പോഴും കരിമീൻ ഫ്രണ്ടിലോട്ടേ ഓടുള്ളൂ. അപ്പോൾ നമ്മൾ കരിമീൻ്റെ മൂക്കിൻ്റെ ഭാഗത്ത്, തലയുടെ ഭാഗത്ത് ഫ്രണ്ടിൽ കൊണ്ടിങ്ങനെ വല വെച്ചിട്ട് പതിയെ അനക്കി കൊടുത്താൽ ഓടി വലക്കകത്ത് കയറിക്കോളും. മുഴുത്തൊരു കരിമീൻ കിട്ടി കേട്ടോ. ഇത് ഈ കമ്പിൻ്റെ ഇടയിൽ ഇത്രയും ചവറിൻ്റെ ഇടയിൽ വീഡിയോ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. കോരണത് എന്നാലും കിട്ടി നമുക്ക് അവനെ മുറ്റു സാധനം. ഇതിൻ്റെ വിടവിലേ ഒരു കരിമീൻ ഇപ്പം ഉണ്ട് കേട്ടോ. മുഴുത്ത കരിമീനാണ്. ഇപ്പോൾ എന്നാ അറിയാം, നമ്മൾ ഫുള്ളും കരിമീൻ തന്നെ പിടിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഇപ്പോൾ കരിമീൻ്റെ സീസണാണ്. അത് കാരണം എവിടെ നോക്കിയാലും കരിമീനാണ്. പിന്നെ അതുമല്ല, കരിമീനാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മുടെ തൊഴിലാണല്ലോ. ഇപ്പോൾ മാർക്കറ്റിൽ കൊണ്ട് കൊടുത്താൽ കാശ് കിട്ടണ മീൻ വേണ്ടത് നമുക്ക് പിടിക്കാൻ. എന്നാലും നമ്മളെ കാര്യം നടക്കുള്ളൂ. അയ്യോ, അതിൻ്റെ അടിയുണ്ട്. പക്ഷെ അതിനറിയോ, വലയും പറഞ്ഞു പോയി. പിന്നെ ഇപ്പോൾ ആയിൽ വന്ന് മൂടണറിയും കിടന്ന് കളിക്കണത്. നോക്കട്ടെ ഇതിൻ്റെ അടിയിൽ നിന്ന് ഇപ്പം ഉണ്ടാവാൻ നമ്മൾ വലയങ്ങ് വരും പോകുന്നു ഓടണം. വല കയറി ഇവിടെ ഒരു ഉടക്കി. ഞാൻ നോക്കട്ടെ എങ്ങനെയല്ലേ. അതെ, കയറി. കോരനെടുക്കാൻ പറ്റില്ല, ഭയങ്കര റിസ്ക് ആയിരുന്നു. അത് കാരണം കിട്ടി. കരിമീൻ സീസണാറാ കേട്ടോ. ചന്നമ്പനം കരിമീൻ പിടിക്കാം. ബാക്കി നമ്മൾ കാണിനെ എല്ലാത്തിനും പിടിക്കും. നമ്മുടെ മുന്നേ 2-3 വള്ളം പോയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇപ്പം മീൻ നല്ല സീസണായർ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ചാകര കൊയ്യാൻ വേണ്ടി. കരിമീൻ ചാകര കൊണ്ട് ഒരു രക്ഷയില്ല. നമ്മുടെ ഫ്രണ്ട് തകർത്ത് കയറി പോകും കേട്ടോ. വീടുമായൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് പൊങ്ങി. വെള്ളാനെ വേണ്ട, അപ്പുറത്ത് എവിടെയെങ്കിലും മാറി പൊങ്ങുവേ. ഇമാരെ നമ്മുടെ ഫ്രണ്ടേ പോകാറ് നമ്മുടെ പരിപാടി നടക്കില്ല. ഇല്ലില്ല, ഒന്ന് പൊങ്ങി നോക്കി പോകണ്ട. നമ്മൾ ആദ്യം കണ്ടവർ തന്നെ കേട്ടോ. നമ്മുടെ ഫ്രണ്ടേ കയറിയമാർ തകർത്ത് പോവുക. ഇമാരെ ഫ്രണ്ട് നമ്മൾ കയറിയില്ല, നമുക്ക് മീൻ കിട്ടിയല്ല. ദേ ഈ ഒരു സീൻ എങ്ങനെയുണ്ട് നോക്കി. നല്ല രാവുദിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ ആ മരത്തിൻ്റെയൊക്കെ ഒരു ലുക്ക് കണ്ട കിടില തന്നെ കാണാൻ. ഈ ഒരു സീൻ കാണുമ്പോൾ പണ്ട് ഞാനൊരു പടം കണ്ട ഓർക്കും. ഒരു ഇംഗ്ലീഷ് പടം, ഒരു ഈവിൽ ഡെഡ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്, ഇംഗ്ലീഷ് പടം. അതിനകത്ത് നായകൻ മറ്റേ പ്രേതത്തിന് പിടിക്കാൻ പോകുമ്പോൾ ഇതേപോലത്തെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇതേപോലെ തോട്ടിലൊന്നും അല്ല കാണിക്കുക. ഈ കാണുന്ന ചില്ല കണ്ട, മരച്ചില്ല കണ്ട. അപ്പോൾ അതുപോലത്തെ ഒരു സാധനം കാണിക്കുന്നുണ്ട്. പുള്ളി ഇങ്ങനെ പിടിക്കാൻ വേണ്ടി പോണത്. അന്നേരം ഇങ്ങനത്തെ ഒരു നിലാം വെളിച്ചവും ഇങ്ങനെ മരങ്ങളുടെ ചില്ലയൊക്കെ കാണിക്കുന്നുണ്ട്. സെയിം സാധനം തന്നെ കേട്ടോ. നല്ല രസമുണ്ട്. പേടിപ്പെടുത്തുന്നൊരു ഫീലിംഗാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഡെയിലി ഈ പുഴയെ കൂടി ഇങ്ങനെ ഇരുട്ടത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരു രസമായിട്ട് തോന്നും. പേടിപ്പെടുത്തൊന്നുമല്ല, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഒരു വാളയങ്ങ പോയപ്പോൾ ഞാൻ എറിഞ്ഞിട്ടുണ്ട്. കൊണ്ടായിരുന്നു പോയെന്നറിയാൻ വേണ്ട. നോക്കട്ടെ, ഉറ്റു വാളയായിരുന്നു. കമ്പിലുണ്ട് കേട്ടോ. കമ്പിലുണ്ട് സാധനം. മുറ്റു വാള കേട്ടോ. പോയ പോക്കുള്ളൂ ഒറ്റ ഇറങ്ങി വെച്ച് കൊടുത്ത്. ഇതിന് പൊക്കിയെടുക്കണം എങ്ങനെയാണെന്നറിയാൻ പോയില്ലെന്നൊന്നും ഉറപ്പില്ല. കണ്ട് കമ്പിയിലുണ്ട് ആശാൻ. ചെയ്യുമ്പോൾ പോകാതെ ഇരുന്നാൽ മതിയായിരുന്നു. മുങ്ങി വന്നിട്ട് വേണം കാണിക്കാതെ. വിടക്കാതിരി. പാഞ്ഞങ്ങ് പോയിരുന്നു കേട്ടോ. അന്നേരം ഒറ്റ ഇറങ്ങി കൊടുത്തു. പുറത്തിട്ടാ കൊണ്ടേന്ന് തോന്നുന്നു. അതെ, പുറത്തിട്ടാ. കുഴപ്പമില്ല. 3 പല്ലും കേട്ടിട്ട്. അയ്യോ, കീറിപ്പോയി. ഏതൊരു കൊണ്ടില്ലേ. അയ്യേ, കൊണ്ട് അതെ കീറിപ്പോയി. പുറം കീറിപ്പോട്ടെ. അയ്യോ, അതെ പുള്ളി അങ്ങ് പാളിപ്പോയി. രണ്ടാമത് കുത്തിയിട്ടത് ഇത്രയും മുറ്റു സാധനത്തിനെ. ഇതുണ്ടോ, ഊരിപ്പോയി കേട്ടോ പുറത്തുനിന്ന് കുത്തിയിട്ട്. അയ്യോ, കിട്ടി. കണ്ടാൽ മതി. അവൻ്റെ മർമ്മസ്ഥാനത്തിൽ അടിച്ചേക്കണം. അമ്പോ, അപ്പം ഈ വർഷത്തെ ആദ്യത്തെ വാള അടിച്ചിരിക്കട്ടോ.
യാ കൊള്ളാം. അമ്പത് അവനെടുത്ത് വള്ളത്തിൽ ഇട്ട് കേട്ടോ. അതിനത് പെട്ടെന്ന് ഓടിപ്പോയാറേ ആ വീഡിയോ എടുക്കാൻ പറ്റില്ല. കുത്തണ വീഡിയോ എടുക്കാൻ നിന്നാൽ കിട്ടിയാലെന്നറിയാം. ഒറ്റ ഇറങ്ങാൻ വെച്ചു കൊടുത്തു, സാധനം കിട്ടി. ഈ ചില സ്ഥലത്തോട്ടൊക്കെ നമ്മൾ മീനിന് ചിലപ്പോൾ കയറി വരുമ്പോൾ നമ്മുടെ മനസ്സ് പറയും. ചില സ്ഥലത്തോട്ട് നമ്മൾ മടിച്ച് പോകാണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് പറയും അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ എന്ന് തോന്നും. അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് മിക്കപ്പോഴും മീൻ കിട്ടും കേട്ടോ. ഇപ്പോൾ ഈ വാള കിട്ടിയതും അങ്ങനെയായിരുന്നു. ഇങ്ങോട്ട് കയറാൻ എനിക്ക് നല്ല മടിയായിരുന്നു. പക്ഷെ ഒന്ന് പരീക്ഷണം നടത്താൻ വേണ്ടി ചുമ്മാ കരുതാം. എന്തായാലും സംഭവം ഭാഗ്യമായി പോയിട്ടാ. ചില സമയത്തൊക്കെ എൻ്റെ മനസ്സ് പറഞ്ഞാൽ കേട്ടുപോയാൽ എനിക്ക് 8ൻ്റെ പണി കിട്ടാറില്ല കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ നേരെ തിരിച്ചാട്ടാ. ഞാൻ പറഞ്ഞു വന്ന സംഭവം എന്ന് വെച്ചാൽ അത് ഇവിടെ ഒരു കരിമീൻ നിൽപ്പുണ്ട്. നമ്മൾ ഇങ്ങനെ കയറില്ലെന്നൊക്കെ വിചാരിച്ച് ഇരുന്നതാണ്. അത് കാരണം കയറിയപ്പോൾ വാളയും കിട്ടി. ഇത് ഇവിടെ ഒരു കരിമീൻ. അയ്യോ വള്ളം നേരം ഓടിപ്പോണം. എന്താ നേരം പായൽ വന്ന് മൂടി. ശേ പായൽ പോകുമ്പോൾ കരിമീനും പോവുക. ഭാഗ്യത്തിന് പോയിട്ടില്ല, അവിടെ ഇപ്പുണ്ട്. വലക്കാത്ത കൂടി ഒന്ന് കയറിയാൽ സന്തോഷമായി. അയ്യേ വലയം ഒക്കെ എടുത്ത് വലയം തെറിച്ച് പോയിട്ടോ. മുഴുത്ത കരിമീനാണ്. നമ്മുടെ മനസ്സ് പറഞ്ഞ സ്ഥലത്തോട്ട് പോയതൊക്കെ എന്തായാലും ഗുണമായി. പക്ഷേ കുറച്ചൊക്കെ നമ്മുടെ കയ്യിരിപ്പുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ആ കരിമീൻ പോയല്ലായിരുന്നു. ഒന്ന് ചക്കളം റെസ്റ്റ് എടുത്ത് പതിയെ കോരിയാൽ മതിയായിരുന്നു. പോയത് പോയി. ഇതുണ്ട് എൻ്റെ നാട്ടിൽ കോടമഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങി കേട്ടോ. ഇത് ശരിക്കും കോടമഞ്ഞല്ല, ഇത് ഈ വെള്ളത്തിൽ നിന്ന് ആവി പറക്കണം കേട്ടോ. വെള്ളത്തിൽ നിന്ന് വെച്ചാൽ പകൽ നല്ല വെയിലും ചൂടൊക്കെ അല്ലേ. അത് കഴിഞ്ഞപ്പോൾ രാത്രി ഇത് പിന്നെ പറയുക പുഴയും അന്തരീക്ഷമൊക്കെ തണുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ആവിയങ്ങ് പറക്കണത്. ഇതുകൊണ്ട് നല്ല രസമാണ് നോക്കി. കോടമഞ്ഞ് പറക്കണ പോലെ ഉണ്ട്. ഇതാണ് നമ്മുടെ ആമസോൺ കാടിലോട്ടുള്ള പ്രവേശന കവാടം കേട്ടോ. ഈ പാലം കഴിഞ്ഞ് നേരെ കയറിപ്പോണം കൊടുങ്കാടിനകത്തട്ട. കൊടുങ്കാട് എന്ന് പറഞ്ഞാൽ വലിയ നമ്മുടെ ആനപ്പുലിയൊക്കെയുള്ള കാടല്ല കേട്ടോ. ഇവിടെ പാമ്പും പഴുതാരയും ചെറിയ ചെറിയ ജീവികളൊക്കെ ഉള്ള അടിപൊളി സ്ഥലം. ചെറിയ പണി കിട്ടി ഇതിനകത്ത് കയറിയപ്പോൾ. വെള്ളം നല്ല കലക്കലാട്ടോ. ഇതിനകത്ത് നമ്മുടെ ഒഴുക്ക് നിന്നില്ല. ഒഴുക്ക് നിന്ന് കഴിഞ്ഞപ്പോഴേ കലക്കവെള്ളം കിടക്കുക. അങ്ങോട്ട് ഇച്ചിരി മാറി നോക്കാം, തെളിവുണ്ടെങ്കിൽ നമുക്ക് എന്നാലും ഒപ്പിക്കാവേ. ഇവിടെ ഒരു കരിമീൻ കിടക്കണ്ട. എൻ്റെ പൊന്ന് എന്നാ പൊന്ന സാധനം. ചെയ്യുമേ പോവല്ലേ. അപ്പോൾ നമ്മുടെ വലക്കാത്ത് കയറി വരാത്ത സാധനം കേട്ടോ. ഇത്രയൊക്കെ മുറ്റ് സാധനം അത്. ഇതുണ്ടത് എൻ്റെ പൊന്ന്. ഇവൻ്റെ വലിപ്പം കണ്ടത്. ഇത് ഒരു 1.5 കിലോ വീടുണ്ട് കേട്ടോ. അല്ല കിണ്ണം കാച്ചി കരിമീൻ. അമ്പോ ഒരു മുഴുത്തൊരു പുല്ലം കിടപ്പുണ്ട്. പുല്ലിന് നമ്മളങ്ങനെ പിടിക്കാത്തതാണ്. പക്ഷേ ഇരിക്കട്ടെ, നമുക്ക് കൊണ്ട് വറുത്തടിക്കാം നാളെ. ഭയങ്കര പ്ലാനായിപ്പോയി. പക്ഷെ കുത്തിയിട്ട് കൊണ്ടില്ല. ഒരു ചെറിയൊരു കൊഞ്ചും കുഞ്ഞ്. അയ്യോ തെറിച്ച് പോയി. കുത്തുകൊണ്ട് തെറിച്ച് പോയി. ചെറിയൊരു കൊഞ്ചും കുഞ്ഞായിരുന്നു. ആറ്റുചെമ്പിൽ ഇറങ്ങിപ്പോയാ. കുത്തൊക്കെ ഉണ്ടായിരുന്നു. കമ്പിയിലുണ്ടെന്ന് കൊണ്ടുണ്ട്. കമ്പിയിലുണ്ട്. ഇപ്പം എല്ലാം കംപ്ലീറ്റായി. നമ്മളെ സ്ഥിരം ആളെ കിട്ടില്ലെങ്കിൽ വലിയ മോശമായിരുന്നു. അവനെയും കിട്ടി കേട്ടോ. നമുക്ക് ഇന്നത്തെ പരിപാടി അങ്ങ് നിർത്തിയേക്കാം. എന്നാ വെച്ചാൽ മുട്ടിട്ടതല്ലേ. മുട്ടിട്ട ദിവസം എങ്ങനെയുണ്ട്, മീനൊക്കെ ഉണ്ടാവില്ലെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ തപ്പി നോക്കി കേട്ടോ. എന്നാലും നമുക്ക് ആവശ്യത്തിന് മീൻ കിട്ടി കേട്ടോ. കുറച്ച് കരിമീനും വാളയൊക്കെ ആയിട്ട് കിട്ടിയില്ലേ. ഒരു ഓർഡറുണ്ട്. ഒരാൾ ചോദിച്ചാൽ ഭാഗ്യത്തിന് പോന്നപ്പോൾ പുള്ളിക്ക് കൊടുക്കാനുള്ള മീനായി. പിന്നെ എന്താ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ മീൻ വിറ്റ് പോകുന്ന കാരണം പിന്നെ മാർക്കറ്റിൽ പോകേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരു ദിവസം മാർക്കറ്റിൽ പോകുമ്പോൾ മാർക്കറ്റിൽ കാഴ്ച കാണിക്കാവേ. നമുക്കിപ്പോൾ കിട്ടിയ മീൻ കൂടി ഞാൻ കാണിച്ചില്ല. എന്നിട്ട് നമുക്ക് നാളെ ഇറങ്ങാവേ. കിട്ടിയ മീനാണിത്. ഇന്നത്തെ ഈ വർഷത്തെ ആദ്യത്തെ വാള. കുഴപ്പമില്ല കേട്ടോ. ഒരു 1.5-2 കിലോ ഉണ്ട് വാള. പിന്നെ അതേ മീൻ കിട്ടിയ കരിമീച്ചാരൊക്കെ. ഇവ നല്ല കിടിലൻ സാധനം കേട്ടത്. ഇത് നല്ല മുറ്റു കരിമീനത്. അമ്പോ. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീനെ. അങ്ങനെ നമ്മുടെ 2ാമത്തെ ദിവസം ആരംഭിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇറങ്ങി പണി കൊടുക്കാവേ. ഇവിടെ കരിമീൻ നിൽപ്പുണ്ടേ. ഭാഗ്യം കൊണ്ട് ഫസ്റ്റ് നമുക്ക് കരിമീൻ തന്നെ അടിക്കും. അടിയില്ല, നല്ല അടിയില്ല. ഒത്തിരി വലുതൊന്നും അല്ല, ഒരു മീഡിയം സാധനം. അപ്പോൾ അത് ഇറങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കരിമീൻ അടിച്ചേക്കാം. നല്ല ഐശ്വര്യം. ഈ കുറ്റിയുടെ നമ്മൾ സ്ഥിരം ആറ്റുചമ്പലി നിൽപ്പുണ്ട്. കമ്പിൻ്റെ ഇടയിലായിരുന്നേ. അപ്പോൾ കുത്തു കൊണ്ടില്ല, അവൻ പുറത്ത് ആയിട്ടുണ്ട്. അയ്യോ ഉണ്ട് കൊണ്ട് അവൻ ആദ്യം കുത്തിയിട്ട് കൊണ്ടില്ലായിരുന്നു. പുറത്ത് ചാടിയപ്പോൾ കുത്തി കിട്ടി. കൊഞ്ച് എൻ്റെ പൊക്കത്ത് കയറിയിരിക്കണം. ഒരു കുറ്റിപ്പുറത്ത്. കുറച്ച് ദിവസം കൂടി നമുക്ക് ഇന്ന് കൊഞ്ച് കിട്ടിയടാ. കൊഞ്ച് തീർത്തും കുറവായിരുന്നു. അടിപൊളി കൊഞ്ച്. ഇതിൻ്റെ അടിയിൽ ഒരു ആറ്റുചമ്പല് നടപ്പുണ്ട്. പക്ഷെ അത് കുത്തൽ പാടാം. അതുകൊണ്ടോ ആ മടല് കിടക്കണ കാരണേ. നോക്കട്ടെ, ഇവിടെ നിൽപ്പുണ്ടോ? അയ്യോ കൊണ്ടില്ല, ഓടിപ്പോയി. ഇവിടെ കൊഞ്ചിരിക്കണം. അയ്യോ വെള്ളം പാഞ്ഞു പോകണം. കൊണ്ട് അവിടെ ഇരിക്കും. വെള്ളം ഇരിക്കട്ടെ. മുറ്റു കൊഞ്ചാട്ടോ. വെള്ളേ പാഞ്ഞങ്ങ് പോയപ്പോൾ ഒരു കുത്തം കൊടുത്തു. വെള്ളം പിടിച്ചെടുത്താണ് സമയമൊന്നുമില്ല. പിടിച്ചെടുത്ത് കഴിയുമ്പോൾ അത് പോകുന്നറിയാം. പോയ പോക്കുന്നൊരു കുത്തു കൊടുത്തു. അതിൻ്റെ തലക്കിട്ടാ കൊണ്ടത്. ദൈവമേ പിടച്ചാൽ കീറിപ്പോവേ. എൻ്റെ ഭൂമി വനാണ്ട. താമരക്കാലൻ
പൊങ്ങി ഉടക്കാരുന്ന വെച്ചാൽ കണ്ട കിണ്ണം കാച്ചി കൊണ്ടുപോയിട്ട് അവൻ്റെ കാല് കണ്ട എന്നാ രസം നോക്കി ഇടിച്ച് ആ മാർക്ക് കൊണ്ടുപോയിട്ട് രണ്ടാമത്തെ കൊഞ്ച്. നമുക്ക് ഇടയ്ക്ക് കരിമീനൊക്കെ കിട്ടണുണ്ട് കേട്ടോ. പക്ഷേ കരിമീൻ കിട്ടണ മാത്രം ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാൻ തന്നെ അറിയാം. കുറേ ആയില്ലേ കരിമീൻ കോരണ, അതെല്ലാവരും കണ്ട് മടുപ്പ് വരികയല്ലേ. അത് കാരണം ഞാൻ പിന്നെ കോരണ കാണിക്കാത്തേ. കുത്തണ മീനൊക്കെ കാണിച്ചു തരാം. അത് ഇടയ്ക്ക് നല്ല കരിമീനൊക്കെ വരികയാണെങ്കിൽ കാണിച്ചു തരാവേ. ഈ കാണേണ്ടത് വാഗയുടെ കുഞ്ഞാട്ടെ, ചെറിയ കുഞ്ഞ് നിൽക്കണം. അതിൻ്റെ വാല് കണ്ടത് കയറി പിടിച്ച് നോക്കട്ടെ. ഈ കണ്ട ഇത് ഞാൻ തുടർന്ന് ഓടിക്കളഞ്ഞ്. ചെറിയ കുഞ്ഞായിരുന്നു, ഒറ്റ ഓട്ടം ഓടിക്കളഞ്ഞ്. ഇങ്ങോട്ട് മിക്കവാറും മീൻ കുറയും കേട്ടോ. എന്നാ വെച്ചാലേ നമ്മുടെ ഫ്രണ്ട് 2 പേര് നോക്കി പോയിട്ട് അവർ തിരിച്ച് ഒന്നുമില്ലെന്നവർ പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ പുതിയ മുട്ടിട്ടില്ലേ പാലത്തിൻ്റെ ഇടാൻ പറ്റും പോയി നോക്കാവേ. ഇപ്പം കിട്ടിയൊരു കരിമീൻ കേട്ടോ, കിട്ടിയില്ല സാധനം. ഇതെന്നാ സംഭവിച്ച കോരണ വീഡിയോ എടുക്കാൻ പറ്റില്ല. കുറേ നേരം ഒരു കമ്പനി ഇടലായിരുന്നു, റിസ്ക് പിടിച്ചിരുന്ന് എടുത്ത സാധനം കേട്ടോ, മുറ്റു സാധനം. ഇതാ കേട്ടോ നമ്മുടെ പാലം. അതിൻ്റെ അപ്പം തല്ലേ കാണുന്ന മുട്ടിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയി തപ്പി നോക്കാം. ഞാൻ ഇങ്ങോട്ട് മെയിനായിട്ട് വരാൻ കാരണം അറിയാം, നമ്മളെ പകൽ കണ്ട ചെമ്പല്ലി വല്ലതും ഉണ്ടാകുന്ന അറിയാൻ വേണ്ടി ഒന്ന് തപ്പി നോക്കാവേ. പകൽ ഇല്ലേ കൂടിയൊക്കെ നടക്കണേ. നമ്മൾ കണ്ടത് പാലത്തിൻ്റെ മേളിൽ നിന്നിട്ട് ദേ പാലത്തിൻ്റെ മേളിൽ കണ്ട, ഇതാണ് പാലത്തിൻ്റെ മേളിൽ നമ്മളിത് ഇവിടെ നിന്ന് കണ്ടത് കേട്ടോ. ഇവിടെ കൂടിയൊക്കെ നടക്കണ കണ്ടോ, പക്ഷെ ഒന്നും കണ്ടില്ല. കുട്ടിയുടെ ചവിട്ടി കൂടി കരിമീൻ നടപ്പുണ്ട്. പക്ഷെ അവന് ഓടി 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 ഇങ്ങോട്ട് അയ്യോ ഇവിടം വരെ വന്നിട്ട് ഒന്നും കിട്ടാതെ പോകണം ശരിയല്ലോ. കുട്ടിയുടെ ഇവിടെ ഒന്നും ഒരു കരിമീൻ കിട്ടി കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച് വന്ന ആളെ കിട്ടിയില്ല. ചെമ്പല്ലിനെ കുഴപ്പമില്ല, 2-3 കരിമീൻ കിട്ടി. നമുക്ക് അടുത്ത ഏരിയ തപ്പാം. നമ്മുടെ വീഡിയോയ്ക്കകത്ത് പാമ്പും കിളികളില്ലെങ്കിൽ ആ വീഡിയോ അങ്ങ് കംപ്ലീറ്റ് ആയല്ലേ. വേണ്ടിരിക്കുന്ന നമ്മുടെ സ്ഥിരമാണ്. ഇതാണ് കോമൺ കിങ് ഫിഷർ എന്ന് പറഞ്ഞ സാധനം. നമ്മുടെ താഴ്വാര പൊന്മാൻ എന്നൊക്കെ പറഞ്ഞ ചെറിയ ഇനം പൊന്മാനാണ് കേട്ടോ. നല്ല രസമല്ലേ. കരിമീൻ 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 കുറ്റിയുടെ ഇടയിട്ട് കുറ്റിയുടെ പുറത്തിയാടി ഇടയിലൊരു ആറ്റുചമ്പറ നിൽക്കുന്നുണ്ട്. കുത്തി നോക്കട്ടെ, വിടവില്ല. കുത്ത് കൊണ്ടും തോന്നണം. കൊണ്ട് പോട്ടെ കീടിന സാധനം. നമുക്കെന്നാൽ ഇന്നത്തെ പരിപാടി നിർത്തിയാലോ. നമുക്ക് ആവശ്യത്തിന് മീനായിട്ടുണ്ട്. ആവശ്യത്തിനല്ല കേട്ടോ, ഒരു കണക്കിന് പറഞ്ഞ് എനിക്ക് ഇത്രയും മീനൊന്നും പോരാ. മാർക്കറ്റിൽ പോകണ നമ്മുടെ തൊഴിലൊക്കെ ആയ കാരണം. എന്നാലും കുഴപ്പമില്ലാണ്ട് മീൻ കിട്ടുമത്. ഇപ്പം നല്ല മൂറ്റ് കരിമീനാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ച് കരിമീൻ കിട്ടിയുള്ളൂ. എന്നാ വെച്ചാൽ ഞാൻ പറയില്ലേ, നമ്മുടെ ഫ്രണ്ട് വേറെ നോട്ടക്കാർ പോയ കാരണം നമുക്ക് മീൻ കുറവായി പോയി കേട്ടോ. പിന്നെ നീർനായുടെ ശല്യമൊക്കെ ഭയങ്കര, കാരണം ഇത്രയും മീനേ കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ആഴ്ചത്തെ വീഡിയോയും കാഴ്ചയും കൂടെ അവസാനിക്കുകയാണ് കേട്ടോ. ഓക്കെ. അതെ, നമ്മുടെ ഈ വർഷത്തെ മുട്ടിട്ട് കഴിഞ്ഞപ്പോഴേ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ ഒന്ന് ഇറങ്ങി നോക്കി കേട്ടോ. അപ്പോൾ മീനായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ മുട്ടിടുന്നതിന് മുമ്പ് നല്ലപോലെ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ വാകയും വാളയും ചേറുമീനൊക്കെ പിടിക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. കാരണം വെള്ളമൊക്കെ നിലച്ച് കിടക്കുകയല്ലേ മുട്ടിട്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഈ കാഴ്ചയും ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെച്ചേക്കാം കേട്ടോ. ഒരുപാട് ഫിഷിംഗ് വീഡിയോ ട്രാവൽ വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ. ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാവേ.